ഗുഡ് മോർണിംഗിൽ രാവിലെ തന്നെ പോയി അടുപ്പിൽ നിന്ന് നേരെ എടുക്കുന്ന പൊറോട്ട, അതിൻ്റെ മുകളിലോട്ട് ആ ബീഫിൻ്റെ ഗ്രേവി, ബീഫ്, പപ്പടം, ഉള്ളി, ഇതെല്ലാം കൂടെ കഴിച്ച് ഒരു പൊറോട്ട കഴിച്ചിട്ട് ആ ഒരു കട്ടൻ, ചൂട് കട്ടൻ, അരിവിൻ്റെ കൂടെ ചൂട് കട്ടൻ കുടിക്കുന്ന ഒരു സുഖം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ട്രിവാൻഡ്രത്തിന് ഏറ്റവും കൂടുതൽ റിഡിക്യൂൾ ചെയ്യുന്നത് ബിരിയാണി വെച്ചിട്ടാണ്. പൈനാപ്പിൾ ഇടുന്ന ബിരിയാണി, മുരിങ്ങക്കോൽ ഇടുന്ന ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് അതിനെന്താ പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ആൾക്കാർ കളിയാക്കുക, ഈ ബിരിയാണിയിൽ പൈനാപ്പിളോ, സെയിം പിസ്സയിൽ പൈനാപ്പിൾ ഇടുന്ന ഹവായിയൻ പിസ്സ ഉണ്ട്, അതിനാർക്കും കുഴപ്പമില്ലെങ്കിൽ ബിരിയാണിയിൽ പൈനാപ്പിൾ ഇടുന്നതിന് കുഴപ്പം വരുന്നതാണ് എൻ്റെ അഭിപ്രായം. അരവിന്ദ് ഒരു ട്രിവാൻഡ്രത്ത് ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു ഫുഡ് ട്രക്കോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും തുടങ്ങുക? നാളെ തുടങ്ങുകയാണെങ്കിൽ മിക്കവാറും പെർമിഷന്റെ പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നമില്ല. ഞാൻ ആദ്യം തുടങ്ങാൻ പോകുന്ന ഒരു മൈക്രോ ബ്രൂവറിയാണ്. ഓക്കെ. കാരണം കൊച്ചി കഫേ കൾച്ചർ ഇസ് അമേസിങ്. ഇത്രയും ട്രിവാൻഡ്രത്തിൻ്റെ പൊക്കി പറയുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ കൊച്ചിയുടെ ഫുഡ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ലൈക്ക് ദ നമ്പർ ഓഫ് കഫേസ് ആർ കമ്മിങ് അപ്പ്, ദ നമ്പർ ഓഫ് കോൺസെപ്റ്റ്സ് ദാറ്റ് കം അപ്പ് ഇഷ്ടം പോലെയാണ്. പക്ഷേ ഇതുപോലെ വൈറലാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അടുത്ത ദിവസം ഒരു 10 പേര് പോയിക്കൊണ്ടിരുന്ന കടയിൽ 100 പേര് പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് കിച്ചൺ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഇത്രയും ഓർഡേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലോട്ട് പോകും. ടേസ്റ്റ് പോരാ, പണ്ടത്തെ അത്ര പോരാ, ഭയങ്കര ഡിലേ. ഇതൊക്കെ സ്ഥിരം കേൾക്കുന്ന സംഭവങ്ങളാണ്.